വനിതാ ഹൗസ് സർജനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സെർബിൻ മുഹമ്മദിനായി പോലീസ് അന്വേഷണം ഊർജിതം. സെർബിന്റെ ഉള്ളൂരിലെ വീട്ടിലും ബന്ധുവീടുകളിലും പാരിപ്പള്ളി പോലീസ് പരിശോധന നടത്തിയിരുന്നു. പാസ്പോർട്ടിന്റെ കാലാവധി 1 മാസം മുൻപ് അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതിനാൽ എല്ലാ എയർപോർട്ടുകൾക്കും ചിത്രം സഹിതം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാരിപ്പള്ളി SHOയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ആശുപത്രി ജീവനക്കാരുടെ മൊഴിയെടുക്കും. ഒക്ടോബർ 24-ന് വൈകിട്ട് മദ്യം നൽകിയ ശേഷം ഡ്യൂട്ടി റൂമിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് വനിതാ ഹൗസ് സർജന്റെ പരാതി. മെഡിക്കൽ കോളേജ് അധികൃതർ ആഭ്യന്തര അന്വേഷണം നടത്തി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പ്രത്യേക അന്വേഷണം നടത്തി സെർബിൻ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ടും പരാതി പോലീസിന് കൈമാറിയില്ല. ഡോക്ടറെ രക്ഷിക്കാനായിരുന്നു നീക്കം. ഇതിനിടെ ഡോക്ടറുടെ സസ്പെൻഷന് ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു. ഇതോടെയാണ് സംഭവം പുറം ലോകത്ത് എത്തിയത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ മുന്നിലെത്തിയിട്ടും വിഷയം പോലീസിലെത്തിയില്ല എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നാണക്കേടാണ് ഈ സംഭവം. ബംഗാളിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊൽക്കത്ത ഹൈക്കോടതി അടക്കം രംഗത്ത് വന്നിരുന്നു. അവിടെയും പ്രതിയായ ഡോക്ടറെ രക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു. ഇവിടെ പീഡനക്കേസിലെ പ്രതിയായ ഡോക്ടറെയും ജയിലിൽ അടയ്ക്കാതിരിക്കാനുള്ള കരുതൽ ഉണ്ടായി എന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ്. പരാതി പോലീസിലെത്താത്ത സംഭവത്തിലും അന്വേഷണം അനിവാര്യതയായി മാറുകയാണ്. മദ്യലഹരിയിലാണ് സെർബിൻ മുഹമ്മദിന്റെ പീഡന ശ്രമമെന്നും പരാതിക്കാരി മൊഴിയിൽ പറയുന്നു. കേസെടുത്തതിന് പിന്നാലെ ഡോക്ടർ ഒളിവിൽ പോയതായി പാരിപ്പള്ളി പോലീസ് അറിയിച്ചു. പീഡനാരോപണത്തിന് വിധേയനായ ഡോക്ടർ മദ്യപിച്ച ശേഷമാണോ ഡ്യൂട്ടിക്ക് എത്തിയിരുന്നത് എന്ന് പരിശോധിക്കുന്നുണ്ട്. ബംഗാളിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊൽക്കത്ത ഹൈക്കോടതി അടക്കം രംഗത്ത് വന്നിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടറാണ് കൊല്ലപ്പെട്ടത്. 31-കാരിയായ PG ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രതിയെ രക്ഷിക്കാൻ നടന്ന ശ്രമങ്ങളാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് കാരണമായത്. അന്ന് കേരളത്തിലെ ഡോക്ടർമാരും പ്രതിഷേധത്തിൽ അണിനിരന്നു. സമാനമായാണ് രാത്രിയിൽ കൊല്ലത്തെ ആശുപത്രിയിൽ പീഡന ശ്രമം ഡോക്ടർ നടത്തിയത്. പക്ഷേ കേരളത്തിലെ ഡോക്ടർമാരുടെ സംഘടനകൾ പോലും വിഷയം ഏറ്റെടുത്തില്ല. എന്തിലും അഭിപ്രായം പറയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചില്ല. ഈ നിശബ്ദത മുതലെടുത്താണ് ആ ഡോക്ടർ ഒളിവിൽ പോയത്. വിദേശത്തേക്ക് ഡോക്ടർ കടന്നുവെന്ന സൂചനകളും ഉണ്ട്.